ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ ഒരു ദിനമായിരിക്കട്ടെ ഇന്നേ ദിനം. സങ്കീർത്തനം 61:3. അങ്ങാണ് എന്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം. ഒരു ഗുരു ശിഷ്യ ബന്ധത്തിലേക്ക് കടന്നു ചെല്ലാം. ആ ശിഷ്യൻ ഒരു ഗുരുവിന്റെ ശിഷ്യത്വത്തിൽ നിന്ന് ശ്രേഷ്ഠനായ മറ്റൊരു ഗുരുവിനെ കണ്ടപ്പോൾ ആ ഗുരുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. രണ്ടാമത്, ആ ഗുരുവിനോടൊപ്പം ഒരു ദിവസം താമസിച്ച് ഗുരുവിനെ പഠിച്ചതിന് ശേഷം സ്ഥിരമായി ശിഷ്യനായി മാറി. 3, തന്റെ പ്രിയപ്പെട്ട അനുജനെയും ആ ഗുരുവിന്റെ അടുത്തേക്ക് ആനയിച്ചു. ആരാണ് ഈ ഗുരു? ആരാണ് ഈ ശിഷ്യൻ? യേശുവാണ് ഗുരു, വിശുദ്ധ അന്ത്രയോസാണ് ആ ശിഷ്യൻ. പന്തക്കുസ്തായ്ക്ക് ശേഷം പല സ്ഥലങ്ങളിലും ധീരതയോടെ വചനം പ്രഘോഷിച്ച വിശുദ്ധ അന്ത്രയോസ് അവസാനം എക്സ് ആകൃതിയിലുള്ള ഒരു കുരിശിൽ ക്രൂശിക്കപ്പെടുക. 2 ദിവസമാണ് ജീവനോടെ ആ കുരിശിൽ കിടന്ന് വചനം പ്രഘോഷിച്ചത്. കുരിശ് കണ്ടപ്പോഴേ പറഞ്ഞു, ഓ എന്റെ രക്ഷകന്റെ ശരീരത്താൽ പവിത്രമാക്കപ്പെട്ട വിശുദ്ധ കുരിശെ, നിന്നെ ഞാൻ എത്ര നാളായി കൊതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഗുരുവിനെ കണ്ടെത്തേണ്ടത് ഒരു ആവശ്യമാണ്. എവിടെ നിന്ന് നമുക്ക് കൃപ സമ്പാദിക്കാം? വചന വായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം അഭിഷേകം കൊണ്ട് നിറയട്ടെ. കൃപ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരം പിടിച്ചുള്ള ഒരു യാത്രയായിരിക്കട്ടെ നിങ്ങളുടെയും എന്റെയും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ആമേൻ.